കൺസിസ്റ്റൻസി എന്നാൽ എന്ത്? സ്ഥിരമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് കൺസിസ്റ്റൻസി. കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർക്ക് വേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതായത് നിരന്തരമായിട്ടുള്ള പഠനം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ, കറണ്ട് അഫയേഴ്സ്, ഇതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ഇന്ന് നവംബർ 23 ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സുമായി ജെഡിസ് കറണ്ട് അഫയേഴ്സ്. നമുക്ക് ഇന്നത്തെ ന്യൂസ് ഹെഡിംഗിലേക്ക് പോകാം. ഇന്ത്യാസ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ മ്യൂസിയം ഇനോഗ്രേറ്റഡ് ബൈ ലോക്സഭ സ്പീക്കർ ഓം ബിർല. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ലോക്സഭ സ്പീക്കർ ഓം ബിർല ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയമാണ് ലോക്സഭ സ്പീക്കർ ഓം ബിർല ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 നവംബർ 22 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഏത് സർവകലാശാലയിലാണ് തുറന്നത്? OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി JGU. ഇന്ത്യയിലെ ഒരു നമ്പർ 1 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ് ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി. അതായത് മിക്കവാറും എല്ലാ ടോപ്പ് റാങ്കിങ്ങിൽ വരുന്ന, ഏറ്റവും ടോപ്പ് ലെവൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. നിരവധി കോഴ്സുകളുമായി നടത്തുന്ന ഈ യൂണിവേഴ്സിറ്റി, ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഏത് സംസ്ഥാനത്താണ്? ഹരിയാന. ഇത്രയും ടോപ്പ് ലെവലിലെ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, നാച്ചുറലി നമുക്കുണ്ടാവുന്ന ഒരു ആകാംക്ഷയുണ്ട്, ഇത് എവിടെയാണെന്ന്. ഹരിയാനയിലെ സോനിപത്ത് എന്ന സ്ഥലത്താണ് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഉള്ളത്. ഇവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75-ാം വർഷം ഏത് വർഷമാണ് ആഘോഷിക്കുന്നത്? 2024 നവംബർ 26. നമുക്കറിയാം, നവംബർ 26 ഭരണഘടന ആ ഒരു ദിവസമാണ് അംഗീകരിച്ചിട്ടുള്ളത്. 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതായത് അംഗീകരിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അത് പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് 1950 ജനുവരി 26 ആണെങ്കിലും അത് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 1949 നവംബർ 26. ഈ ഒരു ദിവസം ഇപ്പോൾ സംവിധാൻ ദിവസ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആയിട്ട് ആഘോഷിക്കുന്നു. 2015 മുതലാണ് സംവിധാൻ ദിവസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. 2024 നവംബർ 22 ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ലോക്സഭ സ്പീക്കർ ഓം ബിർല. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ലോക്സഭ സ്പീക്കർ ആണ് ഓം ബിർല. ഇദ്ദേഹമാണ് OP ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റിയിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇത് നവംബർ 26. ഈ വർഷം 2024 75-ാം വർഷമാണ് ഭരണഘടന അംഗീകരിച്ചതിന്റെ വർഷമായിട്ട് ആഘോഷിക്കുന്നത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്ത്യാസ് ഫസ്റ്റ് AI ഡാറ്റാ ബാങ്ക് ടു ബൂസ്റ്റ് നാഷണൽ സെക്യൂരിറ്റി ലോഞ്ച്ഡ്. ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ഇന്ത്യയുടെ ആദ്യത്തെ AI ഡാറ്റാ ബാങ്ക് ആരംഭിച്ചു. AI നമുക്കറിയാം, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റ ആയിക്കോട്ടെ, എവിടെയും നമുക്ക് അറിയാൻ സാധിക്കും AIയുടെ പവർ എന്താണെന്ന്. ഇപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി AI ഡാറ്റാ ബാങ്ക് ആരംഭിച്ചു. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റ ആരംഭിച്ച മന്ത്രാലയം ഏത്? ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ ബാങ്ക് ഇത് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ ബാങ്കിന്റെ ലക്ഷ്യം എന്താണ്? നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും രാജ്യത്തിന്റെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും. ടു പ്രൊപ്പൽ ദി ഇന്നോവേഷൻ ആൻഡ് ബൂസ്റ്റിംഗ് ദി കൺട്രീസ് നാഷണൽ സെക്യൂരിറ്റി. ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് നാഷണൽ സെക്യൂരിറ്റി. അതായത് നാഷണൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നമ്മളെല്ലാം കൊടുക്കുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ. ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡാറ്റാ ബാങ്ക് ആരംഭിച്ചിട്ടുള്ളത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 4th എഡിഷൻ ഓഫ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ ഇനോഗ്രേറ്റഡ് അറ്റ് IFFI ഗോവ. ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോയുടെ 4ാമത് പതിപ്പ് ഗോവയിലെ IFFIയിൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ ക്രിയേറ്റീവ് മൈൻഡ്സ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, അതായത് പുതിയ യുവതലമുറയുടെ ഒരു മനസ്സ് അല്ലെങ്കിൽ അവരുടെ ബ്രെയിൻ. ഇത്തരത്തിലുള്ള യുവപ്രതിഭകളുടെ കഴിവുകൾ ഓരോ മേഖലയിലും ആവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒന്നാണ് ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ എന്ന ഒരു പ്രോഗ്രാം 4ാമത്തെ എഡിഷൻ ഗോവയിൽ IFFIയിൽ ആരംഭിച്ചിട്ടുള്ളത്. നമുക്കതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോയുടെ 4ാം പതിപ്പ് ഏത് അവസരത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്?
55th ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ IFFI. ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ ഇപ്പോൾ ഗോവയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വേളയിലാണ് 4ാമത്തെ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോയുടെ 4ാം പതിപ്പ് ഏത് തീയതിയിലാണ് ഉദ്ഘാടനം ചെയ്തത്? 21 നവംബർ 2024. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇന്ത്യയിലെയും അതുപോലെ തന്നെ ഏഷ്യയിലെയും ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫിലിം ഫെസ്റ്റിവൽ ആണ് 55ാമത്തെ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ. ഈ ഒരു അവസരത്തിലാണ് 4ാമത്തെ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ നവംബർ 21 തീയതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോയുടെ 4ാം പതിപ്പിൽ എത്ര വാഗ്ദാന പ്രതിഭകളെ തിരഞ്ഞെടുത്തു? 100 യുവ പ്രതിഭകൾ, 100 യങ് ടാലൻസ് ആണ് ഇന്ന് ഇന്ത്യയിലെ പുതിയ സിനിമകളുടെ വാഗ്ദാനങ്ങൾ. ഇവരെയാണ്, അതായത് വരുന്ന വർഷങ്ങളിൽ യങ് ടാലൻസിന്റെ കഴിവുകളാണ് സിനിമയിൽ എടുത്തു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോ എന്ന പ്രോഗ്രാം ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്. ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയത്തിന്റെ കീഴിൽ ആണ് ക്രിയേറ്റീവ് മൈൻഡ് ഓഫ് ടുമോറോ വരുന്നത്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആരാണ്? അശ്വനി വൈഷ്ണവ്. മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന്റെ ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ആണ് ശ്രീ അശ്വനി വൈഷ്ണവ്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് 82 യങ് ആർട്ടിസ്റ്റ് കൺഫേർഡ് വിത്ത് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ ഫോർ ദ ഇയേഴ്സ് 2022 ആൻഡ് 2023. 82 യുവ കലാകാരന്മാർക്ക് 2022-23 വർഷങ്ങളിൽ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ നൽകി. ഇതൊരു വാർത്തയാണ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഹെഡിംഗ് ആണത്. ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ എന്നത് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു അവാർഡ് ആണ്. ഇത് യങ് ആർട്ടിസ്റ്റിന് കൊടുക്കുന്ന ഒരു അവാർഡാണ്. ഇതുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിലേക്ക് നമുക്ക് പോകാം. 2024 നവംബർ 22 2022-23 വർഷങ്ങളിൽ എത്ര യുവ കലാകാരന്മാർക്ക് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു? 82 യുവ കലാകാരന്മാർ. 2022-ലെയും 2023-ലെയും ആ 2 വർഷത്തെ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങളാണ് ഇപ്പോൾ നവംബർ 22 തീയതി നൽകി ആദരിച്ചിട്ടുള്ളത്. ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരത്തിന്റെ പ്രായപരിധി എന്താണ്? പ്രായം 40 വയസ്സിൽ താഴെ. 40 വയസ്സിന് താഴെ മാത്രം ഉള്ളവർക്കുള്ള ഒരു അവാർഡ് ആണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു യങ് ടാലൻസ് നൽകുന്ന, യങ് ആർട്ടിസ്റ്റ് നൽകുന്ന ഒരു അവാർഡാണ്. ഇത് 40 വയസ്സാണ്, അതിന് താഴെയുള്ളവർക്ക് മാത്രം നൽകുന്ന ഒരു അവാർഡാണിത്. ഉസ്താദ് എന്ന ശീർഷകത്താൽ പലപ്പോഴും പരാമർശിക്കപ്പെടുന്ന ഉസ്താദ് ബിസ്മില്ല ഖാനെ ഏത് ഉപകരണത്തിലാണ് ജനപ്രിയമാക്കിയത്? ഷെനായി. ഷെനായി എന്ന ഇൻസ്ട്രുമെന്റ്, ആ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റിലാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ അദ്ദേഹം അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്ന അദ്ദേഹം ഭാരത് രത്ന, പത്മഭൂഷൺ എന്നീ അവാർഡുകൾ ലഭിച്ചിട്ടുള്ള അദ്ദേഹം 2006 ഓഗസ്റ്റ് 21 തീയതി 90ാമത്തെ വയസ്സിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പേരിലാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ നൽകി യങ് ആർട്ടിസ്റ്റിനെ ആദരിക്കുന്നത്. ആരാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാരങ്ങൾ നൽകുന്നത്? സംഗീത നാടക അക്കാദമി. സംഗീത് നാടക അക്കാദമിയാണ് ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാർ നൽകി ആദരിക്കുന്നത്. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ സ്റ്റേജ് സെറ്റ് ഫോർ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റ്. സെയ്ദ് മുസ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിന് കളമൊരുങ്ങി. ഇന്നിപ്പോൾ ഇതിന്റെ തുടക്കമാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി. നമുക്കിതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 T20 ടൂർണമെന്റിന്റെ വേദി എവിടെയാണ്? ബാംഗ്ലൂരു, ആളൂർ. ഇന്നിപ്പോൾ 2 സ്ഥലത്തായിട്ടാണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 ആരംഭിക്കുന്നത്. ഒന്ന് ബാംഗ്ലൂരും മറ്റൊന്ന് ആളൂർ എന്ന സ്ഥലത്താണ്. ആളൂർ എന്ന സ്ഥലം ഇത് ബാംഗ്ലൂരിന് അടുത്തുള്ള ഒരു സ്ഥലമാണ്. സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിജയിച്ച ടീം ഏത്? തമിഴ്നാട്. തമിഴ്നാടാണ് 3 പ്രാവശ്യം സെയ്ദ് മുസ്താഖ് അലി ട്രോഫി വിജയിച്ചിട്ടുള്ള ടീം. സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 IPL ശേഷമുള്ള ഇന്ത്യയുടെ ഏറ്റവും മികച്ച T20 ക്രിക്കറ്റ് ആഭ്യന്തര ടൂർണമെന്റ് ഏത് തീയതി മുതൽ ആരംഭിക്കും? 2024 നവംബർ 23 മുതൽ ഡിസംബർ 15 വരെ. ഇന്നിപ്പോൾ IPL ആണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ക്രിക്കറ്റ് ടൂർണമെന്റ് T20 മത്സരത്തിൽ. അത് കഴിഞ്ഞാൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ടൂർണമെന്റ് ആണ് T20 ടൂർണമെന്റ് ആണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ആ ഒരു ടൂർണമെന്റ്.
ഇന്ന് നവംബർ 23, ഇന്ന് ഇത് ആരംഭിക്കുകയാണ്. ഡിസംബർ 15 തീയതി ഇത് അവസാനിക്കും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഇന്ന് ഇന്ത്യയിലെ 38 ടീംസ് ആണ് പങ്കെടുക്കുന്നത്. അതായത് മിക്കവാറും എല്ലാ സ്റ്റേറ്റും ഒപ്പം യൂണിയൻ ടെറിട്ടറീസ് പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ് ആണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫിക്ക് വേണ്ടിയുള്ള ഈ ഒരു മത്സരം. സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 സംഘടിപ്പിക്കുന്നത് ആരാണ്? BCCI. BCCI ആണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി 2024 എന്ന ഈ ട്രോഫി ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 18 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ജനറൽ നോളേജും ഒപ്പം തന്നെ കറണ്ട് അഫേഴ്സുമായിട്ടുള്ള 18 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫേഴ്സിന്റെ വീഡിയോ. ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.